ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 79 പോയിൻറ്റും S&P 34 പോയിൻറ്റും നസ്ഡാക്ക് 186 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 21 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ചെറിയൊരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ബോഡി എൻഗൾഫ് ചെയ്ത് വന്നിരിക്കുന്നത്. നെഗറ്റീവാണ്. എൻഗൾഫിങ് ക്യാൻഡിൽ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നേരത്തെ മാർക്കറ്റ് താഴോട്ട് വന്നതാണ്. അടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി അവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഡബിൾ ടോപ്പും പിന്നെ അവിടെ ഒരു എൻഗൾഫിങ്ങും കൂടെ വന്നിരിക്കുകയാണ്. എൻഗൾഫിങ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റിന് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള രണ്ട് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഡബിൾ ടോപ്പും പിന്നെ വന്നിരിക്കുന്നത് നെഗറ്റീവ് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലുമാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഏകദേശം 25, 240, 250 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് ബുള്ളിഷ് ആകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വീക്കിലി അനാലിസിസിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലൂടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ലെവൽ 25,080 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ നമുക്ക് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഡബിൾ കൺഫർമേഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും ഏകദേശം ആ ഒരു ലൈനിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത്. അവിടെ വീണ്ടും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ട്രെൻഡ് ലൈന് നേരത്തെ സപ്പോർട്ടായിരുന്ന ട്രെൻഡ് ലൈന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയ ട്രെൻഡ് ലൈന് ഇന്നലെ ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും മാർക്കറ്റ് തിരിച്ചു കയറി. പിന്നെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ടും, സപ്പോർട്ട് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി, പിന്നെ തിരിച്ച് കയറിയതിന് ശേഷം അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് പതിയെ താഴോട്ട് വന്നു സൈഡ് വൈസ് ആയിരുന്നു. ഇന്ത്യ വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഇന്ത്യ വിക്സ് ചെറിയൊരു പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. എങ്കിലും വലിയ വ്യത്യാസമില്ല അതിൽ. ഇന്നലെ ഏകദേശം 10.4 വരയ്ക്കും മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എങ്കിലും 11 മുകളിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് ബയേഴ്സിനൊരു ഗുണമുണ്ടാകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം മെൽട്ടായിട്ട് പോകും. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. പെട്ടെന്നും ചിലപ്പോൾ ഒരു ക്യാൻഡിലിൽ ഇറങ്ങുന്ന പ്രീമിയം ചിലപ്പോൾ ഒരു 4-5 ക്യാൻഡിലിൽ കയറിയ പ്രീമിയം ആയിരിക്കും. അപ്പം ഒറ്റ ക്യാൻഡിലൊക്കെ പെട്ടെന്നും പ്രീമിയം മെൽട്ടാവും. അപ്പം ശ്രദ്ധിക്കുക, ഇന്നത്തെ എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മാക്സിമം 5 പോയിൻ്റൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. കഴിയുന്നതും നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം വിക്സ് നിൽക്കുന്നത് ഏറ്റവും ലോ പോയിന്റിലാണ്. ഏറ്റവും ലോ പോയിന്റ് എന്ന് പറയുന്നത് 9.882 ഏകദേശം 10 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. ഏകദേശം ഒരു 11 മുകളിലെങ്കിലും വന്നു കഴിഞ്ഞാൽ ബയേഴ്സിന് ഗുണം ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന്, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ വിക്സ് ഇപ്പം നിൽക്കുന്നത്.
ചിലപ്പോൾ ഇന്നത്തെ ദിവസം മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ സീറോ ഒക്കെ ലോ പ്രീമിയത്തിൽ എടുക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും. പക്ഷേ ഇന്ത്യ വിക്സ് ഇപ്പം 10.39 നിൽക്കുന്നത് അതൊരു എബോവ് 11 വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രീമിയത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പം ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് തിരിച്ചു പോകാം. ഡേ ക്യാൻഡിൽ അപ്പം ഇന്നലെ പറഞ്ഞു വന്നത്, ഇന്നലെ ആ ഒരു രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് സൈഡ് വേസ് ആയിരുന്നു. പ്രീമിയം മെൽട്ട് ആയിട്ടുണ്ട്. അത് ബയേഴ്സിന് വലിയ ഗുണം ചെയ്തിട്ടില്ല. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ വലിയ ക്യാൻഡിലുകളിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ, പ്രീമിയം മൂവ് ചെയ്യത്തുള്ളൂ. ചെറിയ ക്യാൻഡിലുകളിൽ വലിയ മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പം സ്കാൽപ്പിങ്ങിന് പറ്റിയ മാർക്കറ്റാണ്. ഇപ്പോൾ ഒരു സൈഡ് വേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബിലോ 5 പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കുക. വച്ചിട്ടിരിക്കൽ ചിലപ്പം മാർക്കറ്റ് മൂവ് ആയാലും പ്രീമിയം മൂവ് ആകാൻ സാധ്യത കുറവാണ്. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്നത്തെ ലെവൽസിൽ മാറ്റമൊന്നുമില്ല, ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസ് തന്നെയാണ്. താഴോട്ട് 25,200 ബ്രേക്കൗട്ട് വരുന്നത് ഓക്കെ. ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,60 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,020 ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് 24,909. മുകളിലോട്ട് കൃത്യമായിട്ട് നേരെ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. ഇന്നലെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ അവിടെ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം 25,140 ഈ ഒരു ട്രെൻഡ് ലൈൻ ഇനി മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. ഇതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലെ സംഭവിച്ചിരിക്കുന്ന ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ, ഇത് തിരിച്ച് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്നെന്ന് പറയുന്നത് താരിഫ് വിഷയത്തിൽ അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 50% താരിഫിൽ ഇളവുകൾ ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം മാർക്കറ്റ് ടൈമിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘം എത്തിയിട്ടുണ്ട്. ഇന്നായിരിക്കും ചർച്ച. അത് ലൈവ് മാർക്കറ്റ് ടൈമിലായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇളവ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും മാർക്കറ്റിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ചർച്ച അനുകൂലമായിരിക്കും എങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അവിടെ നിന്ന് റീ എൻട്രി നോക്കാം. ടാർഗറ്റ് 25,246 അപ്പോൾ നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്ക് FIS 1,269 കോടിക്ക് സെല് ചെയ്തിട്ടുണ്ട്. 1,933 കോടിക്ക് DIS ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് FIS പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. 2.87 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. 36,000 സംതിങ് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. 18,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ രണ്ടും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് 4.16 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 17,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഡേറ്റ അനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരിഫിൻ്റെ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യത, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നാലും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക, ന്യൂസ് കൂടെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ് ഇന്നത്തെ മാർക്കറ്റിൽ. നമുക്കിന്നത്തെ ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. നേരോ CPR ആണ്. ഞാൻ കുറച്ചധികം ലെവൽസ് വരച്ചിട്ടുണ്ട്. കാരണം അടുത്തടുത്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത്. CPR വരുന്നത് 25,76 തൊട്ട് 20,093 വരേക്കാണ് CPR വരുന്നത്.
താഴോട്ട് ഇതിന് ഇടയ്ക്കാണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു ഗ്യാപ്പ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ 25,045 25,032 ലെവൽസ് നോക്കുക. ഇതിനുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അല്ലായിരുന്നുണ്ടെങ്കിൽ 25,000 24,989 ലെവൽസിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ടാണ്. 25,000 ലെവൽ എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. 25,000 ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അതൊന്ന് പിടിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിരിക്കുന്നുണ്ട്, സെല്ലിംഗ് പ്രഷറാണ്. ആ ഒരു ഡബിൾ ടോപ്പ് ബ്രേക്കൗട്ട് കിട്ടി ഇന്നത്തെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അടുത്ത ദിവസം മുതലൊരു റാലി പ്രതീക്ഷിക്കാം. അപ്പം അത് 25,000 സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയാൽ മാത്രമേ ഇന്നലത്തെ ആ ഒരു ബെയറിഷ് എൻഗൾഫിങ്ങിനെ ഫെയിലാക്കിക്കൊണ്ട് മുകളിലോട്ടൊരു ക്ലോസിങ് കിട്ടത്തുള്ളൂ. അപ്പം 25,000 സപ്പോർട്ട് എടുത്ത് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ടുള്ള ലെവൽസ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,118 25,131. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 25,168 25,181. 25,130-40 റേഞ്ച് 25,130 റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഷോർട്ട് കവറിങ് റാലിക്കുള്ള സാധ്യതയുണ്ട്. 25,168 181 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 25,211 25,222. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.